എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പൊട്ടറ്റോ കറിയാണ്. 2 ഉരുളക്കിഴങ്ങും ഒരു ചെറിയ സവാളയും ഉണ്ടെങ്കിൽ ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിലൊരു ഏകദേശം ഒരു ഇറച്ചിക്കറിയുടെയൊക്കെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊട്ടറ്റോ കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ 2 പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. 2 പൊട്ടറ്റോ എടുക്കുമ്പോൾ ഒരു ചെറിയ സവാള എടുത്താൽ മതിയാവും. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. സവാളയും ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടെടുക്കാം. ഒരു പാൻ ചൂടാക്കാം. അതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ടൈം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റാണ്. സവാള ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കുക. ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. തീ കൂട്ടി വെച്ചാൽ ചേർത്ത പൊടികൾ കരിഞ്ഞു പോയി ടേസ്റ്റ് വേറെ തന്നെ ആയിപ്പോവും. ജസ്റ്റ് ഒരു പച്ചമണം മാറാൻ വേണ്ടി 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ റോസ് സ്മെല്ല് മാറിയിട്ടുള്ള ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയെല്ലാം നന്നായി ഒന്ന് പിടിച്ച് അതിലേക്കൊന്ന് ചൂട് കയറി വരുമ്പോൾ ഇതിലേക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം ഒന്ന് മൂടി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ടൊന്ന് മൂടി നിൽക്കാൻ പാകത്തിന് ഒഴിക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ എടുക്കും ഇത് വെന്ത് കിട്ടാൻ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. വെള്ളം വറ്റിപ്പോയിട്ടുണ്ട്, വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക, നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കയ്യിൽ കൊണ്ട് ഉടയ്ക്കാൻ പാകത്തിനാണ് വെന്ത് വന്നിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. മുഴുവൻ കിഴങ്ങും മാഷ് ചെയ്ത് കൊടുക്കരുത്, ഉടച്ചു കൊടുക്കരുത്. കുറച്ച് മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുകയും ചെയ്യും. കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ. ആ ഒരു മസാലയിലേക്കൊക്കെ എല്ലാം പിടിച്ച് വരുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മുടെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറിക്ക് ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലാണ് ചെയ്യുന്നത്. അതിനെക്കാട്ടിലുമൊക്കെ സിമ്പിളാണ്, ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്ന നല്ല എളുപ്പത്തിലുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്